കേരളം രാഷ്ട്രീയ പ്രബുദ്ധതയുടെ ഈ മണ്ണിൽ മാറ്റത്തിന്റെ കാറ്റ് വീശുകയല്ല, കൊടുങ്കാറ്റ് അടിക്കുകയാണ്. പതിറ്റാണ്ടുകളായി നമ്മൾ കണ്ടു ശീലിച്ച LDF UDF ചതുരംഗ കളി അവസാനിക്കുകയാണ്. 2026 ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ഇന്ന് ചർച്ചാ വിഷയം ഒന്നേയുള്ളൂ: ഭാരതീയ ജനതാ പാർട്ടി. സങ്കല്പിക്കാൻ കഴിയുമോ? ഒരു സിറ്റിംഗ് MLA തന്റെ പദവിയിൽ ഇരിക്കെ തന്നെ സ്വന്തം പാർട്ടി വിട്ട് BJP-യിൽ ചേരുന്നു. അതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉരുക്കു കോട്ടകളിൽ നിന്നും. KPCC പ്രസിഡന്റിന്റെ കുടുംബത്തിൽ പോലും ഇന്ന് കാവിക്കൊടി പാറുകയാണ്. ഒരു കാലത്ത് BJP-യെ തൊട്ടുകൂടായ്മ കൽപ്പിച്ച് മാറ്റി നിർത്തിയവർ ഇന്ന് അതേ പാർട്ടിയുടെ അംഗത്വം എടുക്കാൻ ക്യൂ നിൽക്കുന്നു. ഇത് വെറും ഒരു കൂടുമാറ്റമല്ല, ഇതൊരു രാഷ്ട്രീയ വിപ്ലവമാണ്. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ചുവപ്പ് കോട്ടകൾ തകർന്നു വീണത് നമ്മൾ കണ്ടു. ഇന്ന് കേരളത്തിലെ ഇടത് കോട്ടയുടെ അടിത്തറ ഇളകുകയാണ്. എന്താണ് നേതാക്കളെ ഇത്രത്തോളം ആകർഷിക്കുന്നത്? നരേന്ദ്രമോദി എന്ന വിശ്വനായകന്റെ വികസന രാഷ്ട്രീയമാണോ, അതോ കേരളത്തിലെ പരമ്പരാഗത രാഷ്ട്രീയത്തോടുള്ള ജനങ്ങളുടെ മടുപ്പാണോ? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂടുമാറ്റങ്ങളെ കുറിച്ചാണ്. അൽഫോൺസ് കണ്ണന്താനത്തിൽ തുടങ്ങി CC മുകുന്ദനിലൂടെയും S രാജേന്ദ്രനിലൂടെയും വളർന്ന് പന്തലിക്കുന്ന BJP-യുടെ വൻ കുതിച്ചുചാട്ടം. ഈ വീഡിയോ പൂർണ്ണമായും കാണുക. കേരളം ഇനി പഴയ കേരളമല്ല, അതുതന്നെയാണ് കാരണം. കേരള രാഷ്ട്രീയത്തിൽ BJP എന്നാൽ ജയിക്കാൻ സാധ്യതയില്ലാത്തൊരു മൂന്നാം കക്ഷി എന്നതായിരുന്നു പണ്ടത്തെ ധാരണ. എന്നാൽ ആ ധാരണ തിരുത്തിക്കുറിച്ചതായിരുന്നു അൽഫോൺസ് കണ്ണന്താനത്തിന്റെ കടന്നുവരവ്. ഒരു IAS ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ പേരെടുത്ത അദ്ദേഹം BJP-യിൽ ചേരുകയും കേന്ദ്രമന്ത്രിയാവുകയും ചെയ്തപ്പോൾ കേരളം നെറ്റിചുളിച്ചു. എന്നാൽ വികസനത്തിന് വേണ്ടി BJP-യോടൊപ്പം നിൽക്കുകയാണ് ഏക മാർഗമെന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. പിന്നീട് വന്നത് AP അബ്ദുള്ളക്കുട്ടിയായിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും കോൺഗ്രസിലും തിളങ്ങിയ നേതാവ് മോദിയുടെ ഗുജറാത്ത് മോഡലിനെ പുകഴ്ത്തിയതിന്റെ പേരിൽ സ്വന്തം പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ട അദ്ദേഹം BJP-യുടെ ദേശീയ ഉപാധ്യക്ഷൻ വരെയായി. ഈ രണ്ട് നേതാക്കളും കേരളത്തിൽ പുതിയൊരു വഴി വെട്ടി. ഇന്ന് ആ വഴിയിലൂടെ കേരളത്തിലെ വമ്പൻ സ്രാവുകളാണ് ഒഴുകിയെത്തുന്നത്. കേരളത്തിലെ ഇടതുപക്ഷം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സ്വന്തം അണികളും നേതാക്കളും BJP-യിലേക്ക് ഒഴുകുന്നു എന്നതാണ്. അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് എന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്നവർ പോലും ഇന്ന് മോദി പ്രഭാവത്തിൽ ആകൃഷ്ടരാകുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് CC മുകുന്ദന്റെ BJP പ്രവേശനമാണ്. ഒരു ജനപ്രതിനിധി തന്റെ MLA സ്ഥാനം പോലും രാജിവെക്കാതെ നേരിട്ട് BJP-യിൽ ചേരുന്നത് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇത് കേവലം ഒരു വ്യക്തിയുടെ മാറ്റമല്ല, മറിച്ച് ഇടതുപക്ഷത്തിന്റെ വിശ്വാസ്യതയ്ക്കേറ്റ വലിയ പ്രഹരമാണ്. നാട്ടികയിലെ ജനപ്രിയ നേതാവായ മുകുന്ദൻ BJP തിരഞ്ഞെടുത്തത് വികസനത്തിന് കേന്ദ്ര സർക്കാരുമായി ചേർന്ന് നിൽക്കുകയാണ് ഏക പോംവഴി എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. CPI-യുടെ പാരമ്പര്യമുള്ള നേതാക്കളും ഇന്ന് സുരക്ഷിതമായി താവളം തേടുകയാണ്. വൈക്കം മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി 2 തവണ MLA ആയിരുന്ന K അജിത്ത് ഇന്ന് കാവിക്കൊടി പിടിച്ചിരിക്കുന്നു. 40 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമുള്ള അദ്ദേഹം ദളിത് സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി LDF-ന് കഴിയില്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ടാണ് BJP-യിൽ ചേർന്നത്. വൈക്കം സത്യാഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷിച്ചിട്ടും ആ മണ്ഡലത്തിൽ ഒരു വികസനവും നടന്നിട്ടില്ലെന്ന അദ്ദേഹത്തിന്റെ ആരോപണം ഇടത് സർക്കാരിനുള്ള കടുത്ത വിമർശനമാണ്. ഇടുക്കിയിലെ തോട്ടം തൊഴിലാളികൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ് S രാജേന്ദ്രൻ. 3 തവണ MLA ആയിരുന്ന അദ്ദേഹം ഇന്ന് ദേവികുളത്തെ BJP സ്ഥാനാർത്ഥിയാണ്. പതിറ്റാണ്ടുകളായി CPM കൈയടക്കി വെച്ചിരുന്ന വോട്ട് ബാങ്കുകളിലേക്കാണ് രാജേന്ദ്രനിലൂടെ BJP വിള്ളലുണ്ടാക്കിയിരിക്കുന്നത്. തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മോദി സർക്കാരിന്റെ ഇടപെടൽ വേണമെന്ന അദ്ദേഹത്തിന്റെ നിലപാട് വലിയ ചർച്ചയായിട്ടുണ്ട്. വർക്കലയിൽ CPM-ന്റെ ഏറ്റവും ശക്തരായ പ്രാദേശിക നേതാക്കളിൽ ഒരാളായിരുന്നു അഡ്വക്കേറ്റ് സ്മിത സന്തോഷ്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സ്ഥാനം രാജിവെച്ച് BJP-യിൽ ചേർന്നവർ ഇന്ന് അവിടെ BJP-യുടെ സ്ഥാനാർത്ഥിയാണ്. ഇത് കാണിക്കുന്നത് താഴെ തട്ടിലുള്ള പ്രവർത്തകർ പോലും BJP എന്ന വലിയ പ്രസ്ഥാനത്തിലേക്ക് ആകൃഷ്ടരാകുന്നു എന്നാണ്. CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തോടുള്ള പ്രതിഷേധം കൂടിയാണ് സ്മിതയുടെ ഈ കൂടുമാറ്റം. തിരുവനന്തപുരം മംഗലപുരം ഏരിയ സെക്രട്ടറി ആയിരുന്ന മധു മുല്ലശ്ശേരി BJP-യിൽ ചേർന്നത് CPM-നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. പാർട്ടിയിലെ ഉൾപോരും അഴിമതിയുമാണ് തന്നെ ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിക്കൊണ്ടാണ് പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. ഇടതുപക്ഷം ഒരു വശത്ത് തകരുമ്പോൾ മറുവശത്ത് കോൺഗ്രസ് അപ്രസക്തമായി മാറുകയാണ്. ഗ്രൂപ്പ് പോരും അവഗണനയും കാരണം ശ്വാസം മുട്ടുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് BJP ഇന്നൊരു സുരക്ഷിത താവളമാണ്. ദളിത് കോൺഗ്രസ് നേതാവും മുൻ UDF സ്ഥാനാർത്ഥിയുമായിരുന്ന BS അനൂപ് ഇന്ന് ചിറയൻകീഴിലെ NDA സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസിനുള്ളിലെ അവഗണനയും പാർട്ടി നേതൃത്വത്തിന്റെ ജനവിരുദ്ധ നിലപാടുകളുമാണ് തന്നെ ഈ തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന് അനൂപ് വ്യക്തമാക്കുന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന RS അരുൺരാജ് BJP-യിൽ ചേരുകയും ചടയമംഗലത്ത് മത്സരിക്കുകയും ചെയ്യുന്നു. യുവാക്കൾ BJP-യിൽ ഭാവി കാണുന്നു എന്നതാണ് ഇതിന്റെ എല്ലാം അർത്ഥം. കോൺഗ്രസ് നേതാക്കൾക്ക് ലഭിക്കാത്ത പരിഗണന ഇന്ന് BJP-യിൽ ലഭിക്കുന്നു എന്ന തിരിച്ചറിവാണ് ഇതിന് പിന്നിലുള്ളത്.
മഹിളാ കോൺഗ്രസ് നേതാവും 2021 കൊട്ടാരക്കരയിലെ UDF സ്ഥാനാർത്ഥിയുമായിരുന്ന രശ്മി ഇന്ന് BJPക്ക് വേണ്ടി അതേ മണ്ഡലത്തിൽ പൊരുതുകയാണ്. കോൺഗ്രസിന്റെ വനിതാ നേതാക്കൾ പോലും സുരക്ഷിതത്വം കണ്ടെത്തുന്നത് BJPയിലാണ്. നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്ന വനിതാ സംവരണ ബിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്ത്രീകളെ BJPയിലേക്ക് ആകർഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രസ്ഥാനത്തിൽ എത്രത്തോളം, അതായത് കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ എത്രത്തോളം അണികൾക്ക് കിട്ടുന്ന അടിച്ചമർത്തലുകളും നമ്മൾ കാണുന്നുണ്ടല്ലോ. KPCC പ്രസിഡന്റും UDF സ്ഥാനാർത്ഥിയുമായി സണ്ണി ജോസഫിന്റെ സ്വന്തം സഹോദരൻ ഷാജി വി ജോസഫ് BJPയിൽ ചേർന്നത് കോൺഗ്രസിന് നൽകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയാണ്. കണ്ണൂരിലെ കോൺഗ്രസ് പാരമ്പര്യമുള്ള കുടുംബങ്ങൾ പോലും ഇന്ന് മോദി പ്രഭാവത്തിൽ വിശ്വസിക്കുന്നു. AK ആന്റണിയുടെ മകൻ അനിൽ ആന്റണി, KPCC സെക്രട്ടറി തൊടിയൂർ രാമചന്ദ്രൻ, വയനാട് DCC ജനറൽ സെക്രട്ടറി ആയിരുന്ന PM സുധാകരൻ, കണ്ണൂരിലെ C രഘുനാഥ്, അതുപോലെ J പ്രമീള ദേവി തുടങ്ങിയവർ കോൺഗ്രസ് വിട്ട് BJPയിൽ എത്തിയ പ്രമുഖരാണ്. അതുപോലെ പത്മജയും. കോൺഗ്രസ് മുങ്ങുന്ന കപ്പലാണെന്നും ഭാവി ഭാരതത്തിന് മോദി നേതൃത്വം നൽകുന്ന BJP അനിവാര്യമാണെന്നും ഇവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ടാണ് കേരളം മാറുന്നത്? എന്തുകൊണ്ടാണ് ഈ നേതാക്കളെല്ലാം ഈ കാവിക്കൊടിക്ക് കീഴിലേക്ക് അണിനിരക്കുന്നത്? ഇതിന് പ്രധാനമായിട്ടും 5 കാരണങ്ങളാണുള്ളത്. ഭാരതം ഇന്ന് ലോകത്തിന് മുൻപിൽ തലയുയർത്തി നിൽക്കുകയാണ്. വന്ദേ ഭാരത് എക്സ്പ്രസുകൾ, ഡിജിറ്റൽ ഇന്ത്യ, ജൽജീവൻ മിഷൻ, ആയുഷ്മാൻ ഭാരത്, ഈ വികസനം എല്ലാം കേരളത്തിലെ ഓരോ വീട്ടിലും എത്തുന്നുണ്ട്. ദേശീയപാത വികസനത്തിന് വേണ്ടി മോദി സർക്കാർ നൽകുന്ന 10,000 കോടി രൂപ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റുകയാണ്. വികസിത ഭാരതം എന്ന സ്വപ്നം ഓരോ മലയാളിയിലും ഇന്ന് ആവേശം നിറയ്ക്കുന്നുണ്ട്. കേരളത്തിൽ BJPയെ ഒരു വികസന മുഖമായി അവതരിപ്പിക്കുന്നതിൽ രാജീവ് ചന്ദ്രശേഖർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ക്രൈസ്തവ വോട്ടുകൾ ലക്ഷ്യമിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഫലം കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. തൊട്ടുകൂടായ്മ എന്ന ലേബൽ ഇന്ന് പഴങ്കതിയാണ്. ക്രൈസ്തവ സഭകളും BJPയുമായി നടത്തുന്ന ചർച്ചകൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്കാണ് വഴിയൊരുക്കുന്നത്. അഴിമതിയും സ്വജനപക്ഷപാതവും എല്ലാം മുഖമുദ്രയാക്കിയ LDF UDF മുന്നണികളിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. കേരളത്തിന്റെ വികസനത്തിന് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുമായി കൈകോർക്കേണ്ടത് അനിവാര്യമാണെന്ന് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യ ഇന്ന് ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയാണ്. വൈകാതെ 3ാമത്തെ ശക്തിയാകും. G20 അധ്യക്ഷ പദം മുതൽ ബഹിരാകാശ ഗവേഷണം വരെ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങൾ ലോകം അംഗീകരിക്കുന്നു. ഈ വലിയ മാറ്റത്തിൽ കേരളം ഒറ്റപ്പെട്ടു പോകരുത് എന്ന ആഗ്രഹമാണ് നേതാക്കളെയും അണികളെയും BJPയിലേക്ക് എത്തിക്കുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ മോദി ഭരണത്തിൽ ഒരു അഴിമതി ആരോപണം പോലും ഉയർന്നു വന്നിട്ടുമില്ല. അതേസമയം കേരളത്തിലെ LDF ഭരണത്തിൽ മാസപ്പടി വിവാദം മുതൽ ലൈഫ് മിഷൻ അഴിമതി വരെ, ശബരിമല കൊള്ള വരെ ചർച്ചാ വിഷയമാണ്. ഈ വ്യത്യാസം ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. 2020 പോലെയുള്ള വികസന പക്ഷപാതമുള്ള പ്രസ്ഥാനങ്ങളുമായി BJP പുലർത്തുന്ന ബന്ധവും കേരളത്തിൽ വലിയ മാറ്റമുണ്ടാക്കും. കിഴക്കമ്പലത്തെ മാറ്റം കേരളം മുഴുവൻ വേണമെന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. BJP ഇക്കുറി വലിയ രാഷ്ട്രീയ സ്വപ്നങ്ങളാണ് കാണുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ പ്രമുഖർ BJPയിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ്. ഇത് വെറും ഒരു തിരഞ്ഞെടുപ്പ് വിജയത്തിനെല്ലാം അപ്പുറം കേരളത്തിന്റെ മനസ്സ് മാറുന്നതിന്റെ അടയാളമാണ്. ഇടതുകോട്ടകളിൽ വിള്ളലുണ്ടാക്കി നേതാക്കൾ BJPയിലേക്ക് ചേക്കേറുന്നത് CPMനെ അക്ഷരാർത്ഥത്തിൽ ഭയപ്പെടുത്തിയിരിക്കുകയാണ്. CPIയും തകർച്ചയുടെ പാതയിലാണുള്ളത്. ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളം ഇന്ന് വെറും ഒരു മണ്ണല്ല, മറിച്ച് വികസനത്തിന്റെ പുതിയൊരു പുലരിയാണ്. തമിഴ്നാട്ടിലെ അണ്ണാമലൈ മോഡൽ കേരളത്തിലും ആവർത്തിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ എല്ലാവരും വിലയിരുത്തുന്നത്. നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിയിൽ കേരളം ഇന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. കേരള രാഷ്ട്രീയത്തിൽ ഒരു യുഗമാറ്റം സംഭവിക്കുകയാണ്. അൽഫോൺസ് കണ്ണന്താനവും അബ്ദുള്ള കുട്ടിയും പത്മജയും എല്ലാം ഒരു തുടക്കം മാത്രമായിരുന്നു. സാധാരണ പ്രവർത്തകർ മുതൽ സിറ്റിംഗ് MLAമാർ വരെ BJPയിൽ ചേരുന്നത് ഇതൊരു വൻ ഒഴുക്കായി മാറിയതിന്റെ തെളിവാണ്. കേരളത്തിന്റെ മണ്ണിൽ ഇനി വികസനത്തിന്റെ വിത്തുകൾ മുളയ്ക്കുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഇരുധ്രുവ രാഷ്ട്രീയം തകരും. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ അത് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ കേരളത്തെ ഒരു കാവ്യ സംസ്ഥാനമായി അടയാളപ്പെടുത്തുന്നതിന്റെ ആദ്യ പടിയായിരിക്കും. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും കണ്ട മാറ്റം കേരളത്തിലും ആവർത്തിക്കാൻ ഇതാ സമയമായിരിക്കുന്നു. എന്തായാലും ഈ മാറ്റത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ നമുക്ക് ആഗ്രഹമുണ്ട്. തീർച്ചയായും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.